താരിഫ് യുദ്ധത്തിനിടയിലും ഇന്ത്യ അമേരിക്കയ്ക്ക് കോടികൾ നൽകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് കോടികൾ നൽകുന്നത്? ചില രാജ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാൻ, അവർക്ക് അനുകൂലമായ ഒരു നികുതി ഘടന അമേരിക്ക പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വളരെ ഉദാരമായ സമീപനം അമേരിക്കയോട് എടുത്തിരുന്നു. അവരുടെ ധാതു ഖനനം, അതുമായി ബന്ധപ്പെട്ട മേഖലകൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് കൂടുതൽ വലിയ പ്രതിരോധ കരാറിൽ ഏർപ്പെടുക. ഇങ്ങനെ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ദക്ഷിണ കൊറിയ ഇതേപോലൊരു സമീപനം സ്വീകരിച്ച രാഷ്ട്രമാണ്. കാനഡ, ഈ അടുത്ത കാലത്ത് കാനഡയും അവരുടെ അമേരിക്കയ്ക്കെതിരെ അവർ ചുമത്തിയ വലിയ നികുതികൾ പിൻവലിച്ചുകൊണ്ടാണ് കാനഡയും അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ നിലപാടെടുത്തത്. പക്ഷേ ഇവിടെ ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് $1 ബില്യൺ എന്ന് വെച്ചാൽ വലിയൊരു തുകയാണ്. ഇന്ത്യൻ രൂപയിലോട്ടത് മാറുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഒരു കരാറാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കരുതും നമ്മൾ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിനിടെ കടുത്ത നിലപാടുകൾ എടുക്കുന്നു, വെല്ലുവിളി നടത്തുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു ഭീഷണിയെ നമ്മൾ വകവയ്ക്കുന്നില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ ഇത്ര വലിയൊരു കരാറ് നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഇപ്പോഴുള്ള കരാറല്ല, നേരത്തെ ഉള്ള ധാരണകൾ പ്രകാരം. എന്നാൽ ആ കരാറിൽ നമ്മൾ പിൻവാങ്ങില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നേരത്തെ ഉള്ള ധാരണകൾ പ്രകാരമുള്ള കരാർ പ്രകാരം നമുക്ക് ഇന്ത്യ തദ്ദേശീയമായിട്ട് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പോരായ്മയുള്ളത്, നമുക്ക് അതിൻ്റെ എൻജിൻ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ GE എന്ന് പറയുന്ന വിദേശ കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷെ അവർ നമ്മളെ ഒരുപാടിട്ട് വലിപ്പിച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ ആയത്. കാരണം നമുക്ക് 2024 തേജസ് യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകേണ്ടതാണ്. പക്ഷെ ഇതുവരെ അത് പൂർണ്ണതോതിലായിട്ടില്ല. ഈ ഡിസംബറിൽ ഏതാണ്ട് 12 എണ്ണം തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ എൻജിൻ നമുക്ക് തരാം എന്ന് പറഞ്ഞ GE എന്ന് പറയുന്ന കമ്പനി, അവരുടെ 404 GE 404 എന്ന് പറയുന്ന എൻജിനാണ് നമുക്ക് വേണ്ടത്. ഈ എൻജിൻ സമയത്ത് ഇവർ തന്നില്ല. അങ്ങനെ നമുക്ക് ഏതാണ്ട് 1.5 വർഷത്തോളം വെറുതെ പോയി. അതിനുശേഷം അവർ തരാൻ തുടങ്ങിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ ആ വരവ് അത്ര സുഗമമായിട്ടില്ല. ഒരു മാസം 2 എൻജിനെങ്കിലും തരേണ്ടതുണ്ട്. പക്ഷെ അതും കാര്യമായിട്ട് വന്നിട്ടില്ല. കാര്യങ്ങൾ സുഗമമായി വരികയാണെങ്കിൽ ഈ വരുന്ന ഡിസംബറിൽ 12 തേജസ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകും. നിലവിൽ നമ്മൾ 99 GE എൻജിനുകൾ വാങ്ങാനാണ് നേരത്തെ കരാർ ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 113 GE എൻജിനുകൾ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ കരാർ വന്നേക്കുന്നത്. ഈ കരാർ വരുന്ന സെപ്റ്റംബറിൽ പ്രാവർത്തികമാകും. സെപ്റ്റംബറിൽ ഇതിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാകും എന്നുള്ളതാണ് അറിയുന്നത്. ഇതിന് മാത്രം ഈ 113 വിമാന എൻജിനുകൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മൾ $1 ബില്യൺ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്ന എൻജിൻ മൊത്തം നേരത്തെ ഉള്ള 99 കൂടാതെ 113 എണ്ണം പുതിയതും കൂടി ചേർത്ത് ആകെ 212 GE എൻജിനുകളാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ സമയത്തിന് കിട്ടിയാൽ നമുക്ക് 2029-30 വർഷത്തിൽ നമുക്ക് 83 തേജസ് യുദ്ധവിമാനങ്ങൾ നമുക്ക് വ്യോമസേനയുടെ ഭാഗമാക്കാൻ പറ്റും. ഇനി ഈ രണ്ടാം ഘട്ട 113 എൻജിനുകൾ കൂടി കിട്ടുകയാണെങ്കിൽ അത് 2033-34 കാലയളവിൽ ഒരു 97 യുദ്ധവിമാനങ്ങൾ കൂടി നമുക്ക് വ്യോമസേനയുടെ ഭാഗമാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കണക്ക് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. കിട്ടുന്ന എൻജിനുകളുടെ എണ്ണവും പുറത്തിറക്കുന്ന വിമാനങ്ങളുടെ എണ്ണവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ഈ പ്രോട്ടോടൈപ്പ് സാധനങ്ങൾ കൂടി നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. അതായത് മാതൃകകൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, അതിൻ്റെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്കടക്കം ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ ഇപ്പോൾ ഈ വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളിൽ മറ്റേ പ്രദർശന വസ്തുവായിട്ട് ഒരെണ്ണം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് വിമാനങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ള കണക്കുകൂട്ടലിലാണ് ഈ കൂടുതൽ എൻജിനുകൾ വാങ്ങുന്നത്. ഇറങ്ങുന്ന വിമാനങ്ങളുടെ എണ്ണം പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കുറവായിരിക്കും. അതേസമയം തന്നെ നമ്മൾ ജിയുടെ തന്നെ ഒരു 414 എന്ന് പറയുന്ന ഒരു എൻജിനെ കുറിച്ചും നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ എൻജിൻ കൈമാറുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടി ഇന്ത്യ ചോദിക്കുന്നുണ്ട്. 80% അതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഡിമാൻഡ്. ഈ എൻജിൻ GE 414 എന്ന് പറയുന്ന എൻജിൻ നമ്മൾ 5ാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടി തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടിയാണ് പരിഗണിക്കുന്നത്. AMC എന്നാണ് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര്, അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ള എഞ്ചിനുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് മാത്രം 1.5 ബില്യൺ ഡോളറിൻ്റെ കരാറായിരിക്കും അതിനു വേണ്ടി കൊടുക്കേണ്ടി വരിക. ഏതാണ്ട് 162 എഞ്ചിനുകളായിരിക്കും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങേണ്ടി വരിക. പക്ഷേ ഇപ്പോൾ അത് ഈ GEക്ക് ബദലായിട്ട് ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ സഫ്രോൺ എന്ന് പറയുന്ന ഫ്രാൻസിൽ നിന്നുള്ള ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ ഏകദേശം ചർച്ചകൾ നടക്കും. മിക്കവാറും അത് തന്നെ വാങ്ങാനായിരിക്കും ധാരണയുണ്ടാവുക. 2 കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ തേജസ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ GE എഞ്ചിനുകൾ വേണമെന്നും പറഞ്ഞ് അമേരിക്കയെ സമീപിച്ചത്. പക്ഷേ ഓരോ തട്ടാമുട്ടി ന്യായങ്ങൾ പറഞ്ഞാണ് അവർ ഇത് തട്ടുകയായിരുന്നു. കാര്യം നമുക്ക് ഈ MiG-21 എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നമ്മുടെ സേനയിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അവർ കളവൊഴിയുന്നതിന് മുമ്പ് അവർക്ക് പകരം തേജസ് യുദ്ധവിമാനങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ MiG-21 ഈ സെപ്റ്റംബറിൽ നമ്മുടെ സേനയുടെ ഭാഗമല്ലാതാകുമ്പോൾ അതിന് പകരമുള്ള തേജസ് വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കടുത്തൊരു ക്ഷീണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണക്കാർ അമേരിക്കയുടെ കടുംപിടുത്തമാണ്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമയത്ത് ഈ GE എന്ന് പറയുന്ന വിമാന എഞ്ചിൻ നിർമ്മാതാക്കൾ പറഞ്ഞത് ഇത് അധികം ഡിമാൻഡ് ഇല്ലാത്ത ഒരു വിമാന എഞ്ചിനാണ്. കാരണം ഇത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ, അതായത് ചെറിയ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിമാന എഞ്ചിനാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഞങ്ങൾ നിർത്തിവെച്ചേക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാമത് നിർമ്മിച്ച് തരാം. പക്ഷേ അതിൻ്റെ സപ്ലൈ ചെയിൻസ്, അതായത് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് അതിൻ്റെ പാർട്സൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് അതിൻ്റെ കമ്പോണൻസ് വാങ്ങി അസംബിൾ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞാണ് നീണ്ടു പോയത്. പക്ഷേ ഒരു 2 മാസം മുമ്പ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. അതിന് നരേന്ദ്രമോദി നേരിട്ട് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2 മാസം മുമ്പ് നമുക്കൊരു GE എഞ്ചിൻ വിട്ടുകിട്ടി. പിന്നീട് അതിൻ്റെ തുടർച്ചകൾ ഉണ്ടായി. ഒരു മാസം 2 എഞ്ചിൻ വീതം ഇപ്പോൾ അമേരിക്ക നൽകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു 6 വിമാനങ്ങളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ അവസ്ഥയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു 6 എണ്ണം കൂടി നിർമ്മിച്ച് ഒരു 12 എണ്ണം ഈ ഡിസംബറിൽ വ്യോമസേനയ്ക്ക് കൈമാറാം എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്കയെ അനുനയിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമാണ് ഈ കരാറെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. കാരണം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ധാരണകളായതാണ്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഉള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്നാണ് പറയാനുള്ളത്.